ഹേ സിനിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചിദംബരമാണ്. പിന്നെ റൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആവേശത്തിൻ്റെ ഒക്കെ ഡയറക്ടറായ ജിത്തു മാധവനാണ്. പിന്നെ DOP നമ്മുടെ ഷൈജു ഖാലിദാണ്. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ നമ്മുടെ അജയൻ ശാലശ്ശേരിയാണ്. അപ്പം മൊത്തത്തിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ ഗണപതി, കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം ഇവരെല്ലാം നമ്മുടെ മഞ്ഞുമലിൻ്റെ ടീം തന്നെയാണ്, അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. അപ്പം എന്തായാലും സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്ലാസിക് പീക്ക് ഒരു സംഭവം എന്ന് എനിക്ക് പറയാൻ പറ്റും. സംഭവം ഇത്തിരി സ്ലോ ബേസാണ്. ഒരു മെയിൻ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബാലനും അകത്തിൻ്റെ അമ്മയും ആയിട്ടാണ് മെയിൻ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് ഹാഫ് വേറൊരു രീതിയിലും ഫസ്റ്റ് ഹാഫ് വേറൊരു രീതിയിലും രണ്ടൊരു ടോൺ രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇൻ്റർവൽ ബ്ലോക്കും ക്ലൈമാക്സ് ഭാഗങ്ങളൊക്കെ ഭയങ്കര നൈസ് തന്നെയാണ്. പിന്നെ 2.5 മണിക്കൂറുണ്ട്. എനിക്ക് ഒരു തരി പോലും ലാഗടിച്ചില്ല. പൊതുവെ സ്ലോ ബേസിനോട് ഇഷ്ടമുള്ള ഒരാളാണ്. ചിലപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ തോന്നി, മേ ബി നോട്ട് എവരി അങ്ങനെയല്ലേ നമ്മൾ നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ചിലവർക്ക് ഇഷ്ടപ്പെടാം എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ചെറുതായിട്ട് തോന്നി. അപ്പോൾ ഇതിൽ നമ്മുടെ അമ്മ വേഷം ചെയ്തത് ഫർസാന എന്ന ലേഡിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഞാൻ കേട്ടത് എന്തോ 700 ആൾക്കാർ ഓഡിഷൻ നടത്തി അതിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്താണ് ചിദംബരൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. കിടിലൻ കാസ്റ്റിംഗ് ആണ്, കിടിലൻ ആക്ടിങ് ആണ്. പുതിയതായിട്ട് വന്നതാണെങ്കിൽ പോലും പറയത്തില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഇപ്പോഴത്തെ ചില ആക്ടേഴ്സ് ഉണ്ടല്ലോ ഒരേപോലെ അഭിനയിക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് സിനിമ തന്നെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ആദിശേഷൻ അങ്ങനെ എന്തോ ആണ് കൊച്ചിൻ്റെ പേര്, പുള്ളി കിടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ച് കിടിലം, അതായത് ഒരു ക്യൂട്ട് ബോയ് ആണ്. എത്ര വയസ്സുണ്ടെന്ന് കൃത്യമായിട്ടില്ല, എന്തായാലും ചെറിയൊരു കൊച്ച് തന്നെയാണ്. കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സിനിമയാണ് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. മലയാള സിനിമയിലൊക്കെ ഈ പിള്ളേരെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാട്ടാള അതുപോലൊക്കെ സിനിമകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ ഉപയോഗിക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി മെനകേടാക്കണ ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇവിടുത്തെ കാസ്റ്റിങ്ങും ആ കൊച്ചിൻ്റെ അഭിനയം വൻ കിടിലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി ഒരു മസ്റ്റ് വാച്ചാണ്. നിങ്ങളൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം സ്ലോ ബേസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും പോയി കാണാം. പിന്നെ നമുക്ക് ടൊവിനോയെ പറ്റി പറയാം. ടൊവിനോ ഒരു എക്സ്റ്റൻഡഡ് ക്യാമറ, എല്ലാവരും അറിയാലോ, ട്രെയിലർ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. കിടിലൻ റോളാണ് ടൊവിനോയുടെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോള്, ഒരു കിടിലൻ റോള്. എന്താ ഒരു ഇത്തിരി ലേസി, ഒരു മോഷ്ടാവുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഞാൻ കൂടുതൽ സ്പോയിലർ പറയാനുള്ള. പിന്നെ നമ്മുടെ ലാൽ ജുൻ, അതായത് ജീൻ ലാൽ എന്നാണ് പേര്. പുള്ളിക്കാരൻ മഞ്ഞുവെല്ലാം കണ്ടതാണല്ലോ, പുള്ളി കിടിലായിട്ടുണ്ട്, കിടിലൻ പോലീസുകാരനായിട്ടാണ്. പിന്നെ ഗിരീഷ് ഷെഡി നൈസ് തന്നെ ആയിരുന്നു. പിന്നെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ കൊച്ചിൻ്റെ തന്നെ ഒരു ഇത്തിരി കൂടെ വളർന്നു, ഒരു 7 years ഇത്തിരി കൂടെ മുന്നോട്ടുള്ളത് അത് രണ്ടുപേരും, അവർ രണ്ടുപേരും, അതായത് ഈ ചെറിയ ചെക്കനും ഇത്തിരി ഏജായിട്ടുള്ള ഒരാളും കിടിലാണ്. ഇവർ തന്നെ ആ ചെറിയ ചെക്കൻ തന്നെ വലുതായതുപോലെ നമുക്ക് തോന്നും. അതുപോലെ കിടിലായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഗണപതിയുടെ പേര് പ്രത്യേകിച്ച് എടുത്തു പറയണത്. പിന്നെ ഇതിൽ ചെറുതല്ല, ഒരു അമ്മൂമ്മയുടെ ഒരു സീനൊക്കെ ഉണ്ട്. ആ കിടിലം തന്നെയാണ്. നമ്മുടെ മിസ്റ്റർ ബീനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ്. അതുപോലെ കറക്റ്റ് ആ അമ്മൂമ്മ അതുപോലെ തന്നെ ഒരു ചെയറിൽ, നമ്മുടെ ട്രെയിലർ കണ്ടതുണ്ട്, ചെയറിൽ ഒരു കോമഡി പരിപാടിയൊക്കെ ആണ്. തനി മിസ്റ്റർ ബീൻ. നിങ്ങൾക്ക് എന്തായാലും അത് ഓർമ്മ വരും. മിസ്റ്റർ ബീൻ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ സിനിമയുടെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുത്ത സീൻ പെട്ടെന്ന് എന്താ പറഞ്ഞത് എന്നുള്ള ചില സംഭവങ്ങളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു, സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു. എന്നാലുള്ള സിനിമ നൈസായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഷൈജു ഖാലിദാണ് സിനിമയുടെ സിനിമാറ്റോഗ്രഫി. അപ്പോൾ തന്നെ അറിയാം, നിങ്ങൾ ഈ സിനിമ OTT വരുമ്പോൾ ഒരു 95% ഈ സിനിമയിൽ നിങ്ങൾ എവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി അവിടെ ഒരു കിടിലം ഫ്രെയിം കിട്ടിയിരിക്കും. അമ്മാതിരി റിച്ച് ഫ്രെയിംസാണ് ഓരോ ഷോട്ട് കഴിയുമ്പോഴും. എനിക്ക് തോന്നുന്നു ഈ മലച്ചെരുവ് ഭാഗത്തൊക്കെയാണ് എടുത്തേക്ക്. എനിക്ക് തോന്നുന്നു വയനാട് അല്ലെങ്കിൽ ഇടുക്കി ഭാഗം തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സിനിമയിൽ അങ്ങനെ സ്ഥലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കല്ല, എങ്കിലും അങ്ങനെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്ലോ ബേസ് പരിപാടി തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഒരു മഞ്ഞുവൽ ബോയ്സോ അല്ലെങ്കിൽ നമ്മുടെ ചിദംബരത്തിൻ്റെ ജാനിമെന്നോ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. അത്തരത്തിലൊരു പരിപാടിയല്ല, ഒരു ക്ലാസിക് പ്യുവർ ഫോം ഓഫ് സിനിമ. എന്താ പറയുക, ഒരു പീസ് ഓഫ് ആർട്ട്. മലയാള സിനിമയിൽ ഇങ്ങനെ എടുത്തു കാണിക്കാൻ പറ്റിയൊരു സിനിമ. ഇപ്പം അറിയാത്തൊരു മലയാളം സിനിമ കാണാത്തവരാണ് അവർക്ക് കാണിക്കാൻ പറ്റിയൊരു ആർട്ട്. അതായത് നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരിയാണ് ഇതുപോലത്തെ പടങ്ങളൊക്കെ എടുക്കാറ് പൊതുവെ. അതിലേക്കൊക്കെ നമുക്ക് വെക്കാവുന്ന ഒരു തരം പടമാണ്. പിന്നെ ക്യൂരിയോസിറ്റി, ഒരു ത്രില്ലറൊക്കെ തരുന്ന ഒരു ചിത്രം തന്നെയാണിത്. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയാൽ പോലും ഒക്കെ കിടിലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്.
കാരണം ചിലപ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്താം. ഇത് വലിയൊരു ത്രില്ലറാണ്, ഇതിൽ ഇത്ര വലിയ സസ്പെൻസ് ഉണ്ട്, അങ്ങനൊന്നും പ്രതീക്ഷിച്ച് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയത്. എല്ലാവരും ചില ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓവർ ഹൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ബോറാക്കണ പരിപാടി. അപ്പോൾ അങ്ങനെ ഒന്നും ആക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണാം, ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഒരു സ്ലോ ബേസ് മൂവിയാണ്, കുറച്ച് ത്രില്ലർ എലമെന്റ്സ് ഒക്കെ ഉണ്ട്, നല്ല പെർഫോമൻസ് കാണാം, നല്ല ഫ്രെയിംസ് കാണാം, 2.5 മണിക്കൂർ വേർത്താണ്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചെല്ലാം തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ബാല എന്ന സിനിമയുടെ റിവ്യൂ. ഈ 2026 ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കണം. ഇനി മറ്റു മൂവീസൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ബാലൻ മാറില്ലെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു മൂവി ആയിട്ട് കാണാം.